ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ ഗാന്ധിജിയെക്കുറിച്ചുള്ള പുസ്തകം പ്രകാശനം ചെയ്തു. ഗാന്ധി കൊല്ലപ്പെട്ട സമയമായ 5/15 ഗാന്ധി ഗുരു കാലം എന്ന പുസ്തകം പറവൂരിൽ പ്രകാശനം ചെയ്തത്. ഗാന്ധിയുടെ 78ാം രക്തസാക്ഷി ദിനത്തിൽ ഗാന്ധിയെക്കുറിച്ചുള്ള പുസ്തകം പ്രകാശനം ചെയ്താണ് പുരോഗമന കലാസാഹിത്യ സംഘം പറവൂർ മേഖലാ കമ്മിറ്റി ഗാന്ധിജിയെക്കുറിച്ചുള്ള ഓർമ്മ പുതുക്കിയത്. ഗാന്ധി കൊല്ലപ്പെട്ട സമയമായ 5/15 തന്നെ പുസ്തകത്തിന്റെ പ്രകാശനത്തിനായി തെരഞ്ഞെടുത്തുവെന്നതും പ്രത്യേകതയായി. ഗാന്ധി ഗുരു കാലം എന്നീ വിഷയത്തിൽ പുരോഗമന കലാസാഹിത്യ സംഘം പറവൂർ മേഖലാ കമ്മിറ്റി നടത്തിയ ലേഖന മത്സരത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട 11 ലേഖനങ്ങളും സുനിൽ പി ഇളയിടം, NM പിയേഴ്സൺ അടക്കം പറവൂരിലെ 14 എഴുത്തുകാരുടെ ലേഖനങ്ങളുമടക്കം 25 ലേഖനങ്ങളാണ് പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. NM പിയേഴ്സന് പുസ്തകം നൽകി നോവലിസ്റ്റ് വിനോദ് കൃഷ്ണ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. ഭാവി തലമുറയിൽ ഈ ഗാന്ധിയെ കുറിച്ചും ഗാന്ധിയുടെ പറവൂർ സന്ദർശനത്തെക്കുറിച്ചും ഗുരുവിനെ കുറിച്ചും നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കളായിട്ടുള്ള ആളുകൾ എന്താണ് കേരളത്തെ ഇങ്ങനെ ആയിത്തീരാൻ എന്തുമാത്രമാണ് പ്രയത്നിച്ചത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഇൻസൈറ്റ് നൽകുന്ന പല കാര്യങ്ങളും ഈ ലേഖനങ്ങൾക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ് ഇതിനെ ഒരു ഭാവന എന്നതിനപ്പുറത്തേക്ക്, ഒരു സാമൂഹ്യമായ ഓർമ്മ അടയാളപ്പെടുത്തുന്ന ഒരു പുസ്തകം എന്നതിനപ്പുറത്തേക്ക് ഇതിനെ സാമൂഹ്യമായ ഒരു ആസ്തിയാക്കി മാറ്റുന്നത്, ഈ പുസ്തകത്തെ സാമൂഹ്യമായ ഒരു ആസ്തിയാക്കി മാറ്റുന്നത് ഇതിൻ്റെ ഇൻറ്റഗ്രിറ്റിയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ഇൻറ്റഗ്രിറ്റി സാധാരണഗതിയിൽ ഈ നമ്മുടെ ഒരു പോപ്പുലർ ഹിസ്റ്ററി എഴുതുന്ന ആളുകളിൽ നിന്ന് സാധാരണ നമ്മൾ കാണാത്ത ഒന്നാണ്. അത് പലതരത്തിലുള്ള ആളുകൾ ഇതിൽ കൂടിച്ചേർന്നതുകൊണ്ടാണ്, ഒന്നു ചേർന്നതുകൊണ്ടാണ് അതിന് ഇത്രമാത്രം സൗന്ദര്യമുണ്ടായത് എന്ന് കൂടി ഞാൻ വിചാരിക്കുന്നു. അതങ്ങനെ ആണെന്നാണ്. ഇപ്പോൾ നമുക്കറിയാം, ഗാന്ധി ആരുടേതാണ് എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. ഗാന്ധിയെ ഇല്ലാതാക്കിയ ആളുകളുടേതാണ് എന്ന് അവർ തന്നെ ഹൈജാക്ക് ചെയ്ത് പറയുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ നിലവിലുണ്ട്. ഗാന്ധി ജീവിച്ചിരിക്കുന്ന സമയത്തും അതുണ്ട്, ഗാന്ധി കൊല്ലപ്പെട്ട സമയത്തും അതുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഇന്ന് രാജ്യം ഭരിക്കുമ്പോൾ ഗാന്ധിയുടെ ഘാതകന്റെ പ്രത്യയശാസ്ത്രം എന്തായിരുന്നു എന്ന് നമുക്കറിയാം. ആ ഗാന്ധിയുടെ ഘാതകന്റെ പ്രത്യയശാസ്ത്രം ഉള്ളിൽ സൂക്ഷിക്കുന്ന, ഹൃദയത്തിൽ പേറുന്ന പ്രധാനമന്ത്രി ഇന്ന് രാവിലെ ഗാന്ധി സ്മൃതിയിൽ പുഷ്പാർച്ചന അർപ്പിച്ചു എന്നുള്ളത് നമുക്കറിയാം. ഗാന്ധിയെ വെടിവെച്ച് കൊന്ന അതേ ആശയം, ആളുകളെ വിഭജിക്കാൻ ഉപയോഗിക്കുന്ന അതേ വാക്കുകൾ ഉപയോഗിക്കുന്ന നരേന്ദ്രമോദിയെ തന്നെയാണ് ഗാന്ധിയുടെ ശവകുടീരത്തിൽ പുഷ്പാർച്ചന അർപ്പിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ഗാന്ധി പീസ് ഫൗണ്ടേഷൻ്റെ തലപ്പത്ത് ഗാന്ധി സമാധാന പുരസ്കാരം നൽകുന്ന തീരുമാനമെടുക്കുന്ന പ്രധാന 3 ആളുകളിൽ ഒരാളും ഈ ഗാന്ധിയെ വെടിവെച്ച് കൊന്ന അതേ പ്രത്യയശാസ്ത്രം ഉള്ളിൽ പേറുന്ന മോദിയാണ് എന്നുകൂടി നാം ഓർക്കുക. ഇതാണ് കാലത്തിൻ്റെ ഐറണി എന്ന് പറയുന്നത്, നമ്മുടെ സമരത്തിൻ്റെ ഐറണി എന്ന് പറയുന്നത്, നമ്മുടെ ചരിത്രത്തിൻ്റെ ഐറണി എന്ന് പറയുന്നത്. പത്മ പുരസ്കാരം നമുക്ക് ഇവിടെ ഈ അടുത്താണ് വിതരണം പ്രഖ്യാപിച്ചത്. ഇപ്പോൾ ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘത്തിൻ്റെ പവിത്രതയെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും അത് ഉത്ഭവിക്കാനുണ്ടായ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചും സാമൂഹിക സാഹചര്യത്തെക്കുറിച്ചും ഒക്കെ ഞാൻ പറയേണ്ടതില്ല, എല്ലാവർക്കും തന്നെ അറിയാം. അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾക്കാണ് പത്മ പുരസ്കാരങ്ങളിൽ ഒന്ന് ഈ പ്രാവശ്യം ലഭിച്ചത്. അത് ലഭിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് അതും ഒരു ഐറണിയാണ്. ഞാനിത് നാരായണ ഗുരുവിൻ്റെ കാൽപാദത്തിൽ സമർപ്പിക്കുന്നുവെന്നാണ് പറഞ്ഞത്. നാരായണ ഗുരു ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞ് ആളുകളെ ഒരുമിപ്പിക്കാൻ നോക്കിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ പേരുണ്ടായ ക്ഷേത്രത്തിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതിമകളുണ്ട്. പക്ഷേ ഇത്തരം ആളുകൾ വന്നതിന് ശേഷം ആ ക്ഷേത്രങ്ങളുടെ ചുമരുകളിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വെച്ചേക്കും. ഇതാണ് ഇന്നത്തെ രാഷ്ട്രീയ കാലത്തിൻ്റെ ഐറണി എന്ന് പറയുന്നത്. പുരോഗമന കലാസാഹിത്യ സംഘം മേഖലാ പ്രസിഡന്റ് ടൈറ്റസ് ഗോതുരുത്ത് അധ്യക്ഷത വഹിച്ചു. അനുകമ്പയാണ് മനുഷ്യനെ മറ്റെല്ലാ വ്യത്യസ്തതകളിൽ നിന്നും ഒറ്റയായി ചേർത്ത് നിർത്തുന്ന ഒന്ന്. അനുകമ്പ എന്ന് പറഞ്ഞാൽ കൂടെ തുടിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ഗാന്ധി അർദ്ധനഗ്നനായ ഫക്കീറായത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ നഗ്നനായി വസ്ത്രം ധരിക്കാനാവാത്ത ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയെ മാറ്റിമറിക്കാനുള്ള സാധാരണ മനുഷ്യരോടുള്ള അനുകമ്പയായിരുന്നു എന്നുള്ളതാണ്. ഗുരു അതിലും കവിഞ്ഞ് ഗുരുദേവൻ പറയുമ്പോൾ മനുഷ്യനെ മാത്രമല്ല പ്രകൃതിയിലെയും ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ളൊരു അനുകമ്പയും സദാ കരുണാകര നൽകുകനുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാതുള്ള ചിന്തയും എന്ന് അനുകമ്പ ദശകത്തിൽ എഴുതുമ്പോൾ മനുഷ്യനിൽ മാത്രമല്ല പ്രകൃതിയിലും അടങ്ങിയിരിക്കുന്ന ജീവചൈതന്യത്തെ ഒന്നായി കണ്ടുകൊണ്ട് എല്ലാ മനുഷ്യരും ഒന്നാണെന്ന അദ്വൈതത്തിൻ്റെ മാനവികതയുടെ ഒരു പ്രഖ്യാപനമാണ് ഗുരുദേവൻ നടത്തിയത്.
അപ്പോൾ ഇന്ന് ഈ കൂടിയിരിക്കുന്ന മനുഷ്യർ വ്യത്യസ്തരാണ്, വ്യത്യസ്ത ചിന്താഗതിക്കാരാണ്, വ്യത്യസ്ത രാഷ്ട്രീയം പെറുന്നവരാണ്, വ്യത്യസ്ത മതക്കാരാണ്. എങ്കിലും നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ്. അത് പറവൂരിൻ്റെ ഒരു ചരിത്ര മഹിമയാണ്. സെക്രട്ടറി VS സന്തോഷ് സ്വാഗതം പറഞ്ഞു. ലേഖന മത്സരത്തിലെ മികച്ച രചയിതാക്കളെ ചടങ്ങിൽ ആദരിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി സഹീർ അലി, TV നിതിൻ, അജിത് കുമാർ ഗോതുരുത്ത്, KV ഷീല, VS രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. എങ്ങനെ ഗാന്ധി ഇന്ത്യയിലെ ജനങ്ങളുടെ അക്കാലത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമായി. ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെയും ഇന്ത്യൻ പോലീസിൻ്റെയും അതുപോലെ ജന്മികളുടെയും അവരുടെ ഗുണ്ടകളുടെയും എല്ലാം നിരന്തരമായിട്ടുള്ള അടിയേറ്റ് തൊലിയുരിഞ്ഞ് സ്വത്തം നഷ്ടപ്പെട്ട് മനുഷ്യനാണോ എന്ന് പോലും സംശയിച്ച് ജീവിച്ചിരുന്നതായിട്ടുള്ള കോടിക്കണക്കിന് മനുഷ്യരെ കോർത്തിണക്കി അവൻ്റെ ആത്മബോധത്തെയും അവൻ്റെ സ്വത്വത്തെയും വളർത്തി വികസിപ്പിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പാകപ്പെടുത്തിയെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ പാകപ്പെടുത്തിയെടുക്കുന്ന സമയത്ത് ഗാന്ധി എല്ലായിടങ്ങളിലും സഞ്ചരിച്ചിരുന്നു എന്നുള്ളതാണ്. പറവൂർ ഗാന്ധി വന്നതിൻ്റെ 100 വർഷം ആയി. ടൈറ്റസ് വന്ന് സംസാരിക്കുമ്പോൾ ആ വിഷയം പറഞ്ഞിട്ടാണ് ഈ ലേഖനം എഴുതുന്നതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് പറഞ്ഞത്. അപ്പോൾ അന്ന് പറവൂരിലെത്തുക എന്ന് പറഞ്ഞാൽ അതിനാവശ്യമായ യാതൊരു സഞ്ചാര സൗകര്യങ്ങളും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. തട്ടുകടവിൽ ബോട്ടിറങ്ങിയിട്ട് അവിടെ നിന്നാണ് വണ്ടിക്ക് പറയത്ത് വീട്ടിലെത്തുന്നത്. പിന്നെ അവിടെ നിന്ന് UC കോളേജിലേക്ക് പോകുന്ന അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷെ ഗാന്ധി എങ്ങനെ അവിടെ വന്നു? ഞാൻ ഈ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്, ഇന്നത്തെ വളരെ ഡൈനാമിക് ക്യാരക്ടർ സൂക്ഷിക്കുന്നതായിട്ടുള്ള മോദി പോലും ഗാന്ധി സഞ്ചരിച്ചതിൻ്റെ 50% പോലും ഇന്ത്യയിലിടങ്ങളിലെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇത് എത്രമാത്രം സൗകര്യങ്ങളുണ്ട്. പക്ഷേ ആ സൗകര്യങ്ങൾ ഉപയോഗിച്ചിട്ട് പോലും ഗാന്ധി എത്തിയ ജനപദങ്ങളുടെ 50% പോലും കവർ ചെയ്യാനായിട്ട് 3-ാം ഊഴം ഭരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഗാന്ധിയുടെ അസാധാരണമായിട്ടുള്ള ഇച്ഛാശക്തിയും അതേപോലെ സമരോത്സുകതയും ആ പോരാട്ട വീര്യവുമൊക്കെ വളരെ പ്രകടമായിരുന്നു എന്നുള്ളതാണ്.